ഒന്നാമത്തെ വസ്ന് അഫ്അല യുഫ്ഇലു വസ്ൻ, അക്രമ യുക്രിമു. ഉദാഹരണത്തിന് മസ്ദർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ബാബിനെ പറയാം ഒറ്റ വാക്കിൽ. ബാബുൽ ഇക്രാം അല്ലെങ്കിൽ ബാബുൽ ഇഫ്ആൽ വസ്ന, അല്ലെങ്കിൽ ബാബു അക്രമ യുക്രിമു എന്ന് പറയാം, ബാബു അഫ്അല യുഫ്ഇലു എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ വസ്നൂടെ നമ്മളതാ ഉദ്ദേശിക്കുന്നത്. 3 അക്ഷരമുള്ള വാക്കിൻ്റെ തുടക്കത്തിൽ ഒരു അ ചേർത്ത് കൊടുക്കാൻ. ഖറജ അഖ്റജ, ദഖല അദ്ഖല, ഹസുന അഹ്സന. അപ്പോൾ ഇതിനെ കിട്ടുന്ന അർത്ഥം എന്താ? പ്രവേശിച്ചു എന്നുള്ളത് പ്രവേശിപ്പിച്ചു എന്നായി, പുറപ്പെട്ടു എന്നത് പുറത്താക്കി എന്നായി, ഹസുന നന്നായി എന്നുള്ളത് നന്നാക്കി എന്നായി. ഈ ബാബിലേക്ക് വന്നാൽ സാധാരണ ഉണ്ടാകുന്ന ഒരു അർത്ഥ വ്യത്യാസം ലാസിമിനെ മുത്തഅദ്ദിയാക്കും എന്നുള്ളതാണ്. അഥവാ നോൺ ട്രാൻസിറ്റീവിനെ ട്രാൻസിറ്റീവ് ആക്കും. ഖാമ നിന്നു, അഖാമ നിലനിർത്തി, സകന അടങ്ങി, അസ്കന അടക്കി, തൈമ രുചിച്ചു, അതഅമ ഭക്ഷണം കഴിപ്പിച്ചു, അൽഹംദുലില്ലാഹില്ലദി അതഅമന അവൻ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചു. ഇതാണ് ഒന്നാമത്തെ വസൻ. അപ്പോൾ അതിൽ നമ്മൾ സർഫ് ചെയ്യുമ്പോൾ 3 അക്ഷരം മാത്രമാണ് ഉള്ളതെങ്കിൽ, ബേസിക് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ മസ്ദറും ഇസ്മു ഫായിലും ഒക്കെ വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറും. ഒരേ ബാബിൽ ഒരേ വസനിൽ വന്നു എന്ന് കരുതി ഒരേപോലെ മസ്ദർ ആകണം എന്നില്ല. ഇപ്പോൾ ദറസ യദുറുസു ദർസൻ, ദർസൻ ഇത് കോമൺ ആണ്, ഫഅലൻ എന്നാവല്ലേ. എന്നാൽ കതബ യക്തുബു കിതാബതൻ എഴുത്ത് എന്നുള്ളത്. എന്നാൽ എക്സ്ട്രാ ലെറ്റേഴ്സിലേക്ക് വന്നാൽ മസ്ദറും ഇസ്മു ഫായിലും ഒരിക്കലും മാറാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ സഹിതം സർഫ് ചെയ്ത് പഠിക്കും. ഇപ്പോൾ 2 വരി നമുക്ക് സർഫ് ചെയ്യാനുണ്ടാകും, ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും. അക്രമ യുക്രിമു ഇക്റാമൻ ഫഹുവ മുക്രിമുൻ, ആദരിച്ചു, ആദരിക്കും, ആദരിക്കൽ, ആദരിക്കുന്നവൻ, മാളി മുളാരിഅ മസ്ദർ ഇസ്മു ഫായിൽ. പിന്നെ പാസീവ് വോയിസിലേക്ക് പോകും, മജ്ഹൂലിലേക്ക് പോകും. ഉക്രിമ യുക്രമു ഇക്റാമൻ ഫഹുവ മുക്രമുൻ, ആദരിക്കപ്പെട്ടു, ആദരിക്കപ്പെടും, ആദരിക്കൽ അല്ലെങ്കിൽ ആദരിക്കപ്പെടൽ, ഇക്രാമൻ ഫഹുവ മുക്രമുൻ അവൻ ആദരിക്കപ്പെടുന്നവനാണ്. വജഅലനി മിനൽ മുക്രമീൻ അള്ളാഹു എന്നെ ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തിയത്, ആദരണീയരിൽ ഉൾപ്പെടുത്തിയത് എൻ്റെ ഈ ജനത അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ ആ 2 ലൈനും പിന്നെ അമ്രും കൂടെ നമ്മൾ സർഫ് ചെയ്ത് വെക്കും. അക്രിം ലിയുക്രിം ലിയുക്രം, നീ ആദരിക്ക്, അവൻ ആദരിക്കട്ടെ, അവനെ ആദരിക്കപ്പെടട്ടെ. അപ്പോൾ നിങ്ങൾ അമ്രിൻ്റെ നഹീൻ്റെ ലൈൻ ഇപ്പോൾ തൽക്കാലം വിട്ടേക്ക്. 2 ലൈൻ എല്ലാ വസനിൽ നിന്നും സർഫ് ചെയ്ത് പഠിക്കണം. നോട്ടിൽ എഴുതണം, സർഫ് ചെയ്ത് പഠിക്കണം. ഒന്ന് അഫ്അല വെച്ച് എഴുതാം, ഒന്ന് ഉദാഹരണം കൂടെ വെച്ച് എഴുതാം. ഇനിയല്ല, 2 കൂടെ ചേർത്ത് ഒന്ന് ഒരു ഫിഅൽ വെച്ചാൽ മതിയെങ്കിൽ അങ്ങനെ. അക്രമ യുക്രിമു ഇക്രാമൻ ഫഹുവ മുക്രിമുൻ വ ഉക്രിമു യുക്രമു ഇക്രാമൻ ഫഹുവ മുക്രമൻ അൽ-അംറു മിൻഹു അക്രിം ലിയുക്രിം ലിയുക്രം വന്നഹ്യു ലാ തുക്രിം ലാ യുക്രിം ലാ യുക്രം. അപ്പോൾ അഫ്അല യുഫ്ഇലിൽ ഉണ്ടാകുന്ന സാധാരണ അർത്ഥങ്ങൾ, ഒന്ന് ഈ പറയുന്ന നോൺ ട്രാൻസിറ്റീവിനെ ട്രാൻസിറ്റീവ് ആക്കാൻ, ലാസിമിനെ മുത്തഅദ്ദിയാക്കാൻ. ലാസിം എന്ന് പറഞ്ഞാൽ ഒന്നിൽ തന്നെ നിൽക്കുന്നതിനെ നമ്മൾ വേറൊന്നിലേക്ക് വിട്ടു കിടക്കുന്നു. നാമ ഉറങ്ങി, അനാമ ഉറക്കി, ഖാമ നിന്നു, അഖാമ നിർത്തി, ദഖല പ്രവേശിച്ചു, അദ്ഖല പ്രവേശിപ്പിച്ചു, ഖറജ അഖ്റജ, ദഖല അദ്ഖല, അലിമ അറിഞ്ഞു, അഅലമ അറിയിച്ചു കൊടുത്തു. ഓക്കെ. പിന്നെ ഇതിൽ ചില ഫിഅലുകൾക്ക് വരുന്നൊരർത്ഥം അസ്ബഹ പ്രഭാതത്തിൽ പ്രവേശിച്ചു, ഒരു നാട്ടിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ ഒരു സ്ഥിതിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ അഹ്റമ ഇഹ്റാം കെട്ടി, ഹറമിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നർത്ഥം അഹ്റമൊക്കെ വരും. ഇഹ്റാം കെട്ടുക, അഹ്റമ യുഹ്രിമു ഇഹ്റാമൻ, അതാണ് നമ്മൾ ഇഹ്റാം കെട്ടുക എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ മസ്ദർ എടുത്ത് പറയാണ്.